ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡയമണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഡയമണ്ട് അതിന് വേണ്ടി ഒരു 1/4 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരയ്ക്കാം. ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇന്ന് അരയ്ക്കാൻ വേണ്ടി. ചോറ് അരച്ചിട്ടുണ്ട്. മൈദ 2 കപ്പ് എടുക്കുവാണ് ഞാൻ ഇതിന് വേണ്ടി. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ കപ്പിനാണ്. ഒരു 2 സ്പൂൺ ഞാൻ ഗോതമ്പ് പൊടിയും കൂടി ഇടുവാണ്. ഈ കുഞ്ഞു സ്പൂണാണ് എടുത്തേക്കുന്നത്. ഞാൻ ബേക്കിംഗ് സോഡ മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട്. നമ്മൾ 2 ആയിട്ടാണ് എടുക്കുന്നത്. വെള്ള എടുക്കുന്നുണ്ട്, മഞ്ഞ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് ഒരു വെള്ള കുഴച്ച് മാറ്റിയിട്ട് പിന്നെ അതിലോട്ട് ശകലം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് മഞ്ഞയാക്കാം, കളറാക്കാം. ടേബിളിട്ട് കുഴച്ചാലും മതി. ഞാനിപ്പം ചരുവത്തിൽ വലിയ ചരുവ ഉള്ളതുകൊണ്ട് ചരുവത്തിലാണ് കുഴയ്ക്കുന്നത്. ഇത് ഇതിനകത്ത് നമുക്ക് ശകലം മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കാം. കളറിനെടുക്കാം. കളറിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അനുസരിച്ച് ചേർക്കുക. നമ്മൾ ഡയമണ്ടിന് വേണ്ടി നമ്മൾ ഇത് വെള്ളയ്ക്ക് ഉണ്ടാക്കാനാണ്, ഇത് മഞ്ഞയ്ക്കും ഉണ്ടാക്കാനാണ്. 2 രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇനി ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. നമുക്കിത് അടച്ച് വയ്ക്കാം. നമുക്ക് ആദ്യം ഒരു ഐറ്റം ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് മറ്റേ ഒരു ഐറ്റം വെച്ച് ഉണ്ടാക്കാം. ഇത് നമുക്ക് കുഴച്ചിട്ട് ബോളാക്കിയിട്ട് നമുക്ക് പരത്താം. ഞാൻ ടേബിളിൽ വെച്ചാണ് പരത്തുന്നത്. ഇച്ചിരി മാവ് നമുക്ക് നിരത്തിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഇത്ര ഷേപ്പ് വെച്ചാണ് ഞാൻ കട്ട് ചെയ്യുന്നുണ്ടത്. നമുക്കിതങ്ങ് മാറ്റാം. ഇങ്ങോട്ട് വെക്കാം. നമുക്ക് പ്ലേറ്റിലോട്ട് വെക്കാം. ഈ കനത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത്, വെള്ളയ്ക്കുള്ളതും. ഇനി നമുക്ക് മഞ്ഞയുടെയും കൂടെ കട്ട് ചെയ്ത് നമുക്ക് പരത്താം. ചീനിച്ചിട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി എണ്ണ ഒഴിക്കാം. ചീനിച്ചിട്ട് ചൂടായി. നമുക്കിത് അങ്ങോട്ട് ഇടാം. ഡയമണ്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇനി കോരാം. പാനിയാക്കാൻ പഞ്ചസാര ഇടുവാണ്. ഇത് നമ്മൾ മഞ്ഞപ്പൊടി ഇല്ലാതെ വെള്ളയ്ക്ക് തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടുണ്ടാക്കിയതാണ്. രണ്ടും രണ്ടാണ്. നമുക്കിത് അതിൻ്റെ പുറത്തൂടെ പാനി ഒഴിക്കാം. ഡയമണ്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പാനിയൊക്കെ ഒഴിച്ച് നല്ല സെറ്റായി നല്ല പിടിച്ചിട്ടുണ്ട്. നല്ല വെള്ളയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മളല്ലാതെ വെള്ളയായിട്ട് ഉണ്ടാക്കിയത്. ഇത് നമ്മൾ മഞ്ഞപ്പൊടിയും കൂടെ വെച്ചുണ്ടാക്കിയതാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണ്. നമുക്ക് ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ പഞ്ചസാര പാനി ഒഴിച്ചാൽ മതി. അത് നല്ലതാണ്. നിങ്ങളെല്ലാം ഉണ്ടാക്കണം. നിങ്ങളെല്ലാം എൻ്റെ വീഡിയോ കാണണം. അതിന് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ കാണാം.